ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് നായകനായിട്ട് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമയിൽ ഇപ്പോഴത്തെ വമ്പൻ താരങ്ങളുടെ വൻ തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ലാലേട്ടൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അടുത്തത് മമ്മൂക്കയുടെ കൂടെയാണ്. മമ്മൂക്കയെ നായകനാക്കി ഡിനോ ഡെന്യൂസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. വലിയ പ്രതീക്ഷയോടെയാണ് മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ ലോകവും ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. വയലൻസ് ഒന്നും ഇല്ലാത്ത സിനിമയാണ് എന്ന് നേരത്തെ തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ ഒരു മോസാൻ കാറ്റ് ഗെയിമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഒരു തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിഷു ഈസ്റ്റർ റിലീസായിട്ടെത്തുന്ന ചിത്രങ്ങളിൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രം കൂടിയായിരുന്നു ബസൂക്ക. പക്ഷേ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഇനിയും ഒരു ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കെ ഏകദേശം 1 കോടി രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും പ്രീ സെയിൽ വഴി സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ വന്നാൽ മാത്രമേ ഒരു പക്ഷേക്ക് ബസൂക്കയ്ക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂട്ടിക്കും നിലനിൽപ്പുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം നസ്ലിൻ നായകനായിട്ട് എത്തുന്ന ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് കുതിച്ചു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം ആരായിരിക്കും വിഷു ഈസ്റ്റർ വിന്നറായിട്ട് മാറുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.